അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്ലാമിൽ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതം അലക്ഷ്യമായി നയിച്ചുകൂടാ. നിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് നിന്റെ ജീവിത ചലനങ്ങളെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ ഗർഭിണികൾ മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് അവളുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ എല്ലാം വളരെയേറെ നിയന്ത്രിക്കണം. ഗർഭധാരണ ശേഷം ഒരു സ്ത്രീ തന്റെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് പോലെ തന്റെ ആത്മീയ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തുകളിൽ മുഴുകിയാണ് തന്റെ ജീവിതം തള്ളി നീക്കിയത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ആ സമയത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളും കുട്ടിയിൽ, പ്രത്യേകിച്ച് 4 മാസത്തിൽ കൂടുതലായ കുഞ്ഞുങ്ങൾ ഇതെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സീരിയലുകൾക്കും ഫിലിമുകൾക്കും സമയം കളയുന്നതിന് പകരം ഖുർആൻ പാരായണത്തിനും മറ്റു നല്ല കാര്യങ്ങൾക്കുമായി സമയം ചിലവഴിക്കുന്നതാണ് ഗർഭസ്ഥ ശിശുക്കൾ നന്നാവാൻ ഏറ്റവും നല്ല കാര്യം. ഒരു ഗർഭിണി പ്രസവിക്കുന്നത് വരെ അവൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരന്റെ പ്രതിഫലമാണ്. ആ ഗർഭസമയത്ത് അവൾ മരണപ്പെട്ടാൽ അവൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലവും ഉണ്ട്. ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരവും നിർവൃതികരവുമായ ഒരു കർമ്മത്തിനാണ് താൻ തയ്യാറെടുക്കുന്നത് എന്ന ചിന്ത ഗർഭിണികളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം മാനസിക സംതൃപ്തി ഗർഭിണിയെ സംബന്ധിച്ച് എന്തുകൊണ്ടും അനിവാര്യമാണ്. ഒരു ഗർഭിണി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദിവസവും കുളിക്കുക, ശുദ്ധവായു ശ്വസിക്കുവാൻ അവസരം ഉണ്ടാക്കുക, രാത്രിയിൽ ഉറക്കമൊഴിക്കരുത്, പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക, പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം, മൈക്രോ ഓവനുകളിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണം ഗർഭിണികൾ പൂർണ്ണമായും ഒഴിവാക്കുക. ടിന്നുകളിൽ അടങ്ങിയിരിക്കുന്ന പാനീയങ്ങളും ഭക്ഷണങ്ങളും ഗർഭകാലത്ത് ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. വയറ്റിലോ തൊണ്ടയിലോ എരിച്ചിലോ മറ്റോ ഉണ്ടെങ്കിൽ മുളക്, കുരുമുളക്, മസാല എന്നിവയുടെ ഉപയോഗം പാടെ കുറക്കുക. മിക്കവാറും സുഗന്ധദ്രവ്യങ്ങളിൽ രാസവസ്തുക്കൾ അടങ്ങിയതിനാൽ അവയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം നല്ലതാണ്. ഗർഭിണികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ജനിക്കുവാനിരിക്കുന്ന കുഞ്ഞിന് സ്വഭാവ വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ മൊബൈൽ നിയന്ത്രണം അത്യാവശ്യമാണ്. ഗർഭകാലത്തുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഗർഭസ്ഥ ശിശുവിന്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഗർഭിണികൾക്ക് മാനസികവും സന്തോഷവും ഉളവാക്കുന്ന ചുറ്റുപാടുകൾ സൃഷ്ടിക്കണം. ഗർഭിണികൾക്ക് വിശ്രമം അത്യന്താപേക്ഷിതമാണ്. എന്നുവെച്ച് ഒരു ജോലിയും ചെയ്യാതെ അടഞ്ഞിരിക്കുന്നത് നല്ലതല്ല. സാരിയും മറ്റും അരയിൽ ഇറുക്കി കെട്ടുന്നതും ഭാരമുള്ള സാധനങ്ങൾ എടുക്കുന്നതും തയ്യൽ മെഷീൻ ചവിട്ടുന്നതും ഗർഭിണികൾക്ക് യോജിച്ചതല്ല. ഫോളിക് ആസിഡ് എന്ന വിറ്റാമിൻ ഗർഭധാരണത്തിന് 3 മാസം മുൻപെയെങ്കിലും തുടങ്ങി ആദ്യ 3 മാസം വരെ തുടരണം. 3 മാസത്തിന് ശേഷം അയൺ, കാൽസ്യ ഗുളിക എന്നിവ കഴിക്കണം. തലവേദന, നടുവേദന, ജലദോഷം ഇവക്കൊക്കെ വേദനാസംഹാരികൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങി കഴിക്കരുത്. ഇത് കുഞ്ഞിന് വളരെയധികം ദോഷം ചെയ്യും. ഗർഭസ്ഥ ശിശുവിന് സ്വീകാര്യമല്ലാത്ത ഭക്ഷണവും മറ്റും ശരീരത്തിലെത്തി ദോഷം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഛർദി. ഗുളിക കഴിച്ചും ട്രിപ്പെടുത്തും അത് കളയുവാൻ ശ്രമിക്കരുത്. അത് ദോഷം ചെയ്തേക്കാം. അത് ഗർഭകാലത്തെ അസ്വസ്ഥതയാണെന്ന് അംഗീകരിച്ച് ശരിയായ ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഇത് നിയന്ത്രിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. മൂത്രത്തിൽ പഴുപ്പുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഗർഭിണിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അടുത്ത 3 മാസം ലൈംഗിക ബന്ധം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അവസാന മാസങ്ങളിലും അത് ഒഴിവാക്കേണ്ടതാണ്. ഗർഭിണികൾ കാപ്പിയുടെ ഉപയോഗവും ചോക്ലേറ്റ്, കൊക്കോ പൗഡർ എന്നിവ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളുടെ ഉപയോഗം ഒഴിവാക്കണം. പപ്പായയും പൈനാപ്പിളും ഗർഭകാലത്ത് ഒഴിവാക്കേണ്ടതാണ്. കൊതുകിനെയും പാറ്റയെയും കൊല്ലാൻ ഉപയോഗിക്കുന്ന മരുന്നും ചെടികൾക്ക് അടിക്കുവാൻ ഉപയോഗിക്കുന്ന കീടനാശിനിയും ഗർഭസ്ഥ ശിശുവിന്റെ നാഡീവ്യവസ്ഥക്ക് തന്നെ തകരാറ് വരുത്തും. അതിനാൽ കീടനാശിനികളും രാസവസ്തുക്കളും ഒഴിവാക്കുക തന്നെ വേണം.
പുകവലിക്കാരിൽ നിന്ന് അകലം പാലിക്കുന്നത് നല്ലതാണ്. കാരണം ആ പുക ശ്വസിക്കുന്ന ഗർഭിണിയുടെ ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യം ഉണ്ടാവുവാനും മാസം തികയാതെ പ്രസവിക്കുവാനും കാരണമാകും. ഗർഭം അലസിപ്പോവാനും സാധ്യതയുണ്ട്. ഗർഭത്തിന്റെ ആദ്യഘട്ടത്തിൽ കുണ്ടും കുഴികളുമുള്ള റോഡുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓട്ടോറിക്ഷ, ബൈക്ക് എന്നിവ ഗർഭത്തിന്റെ ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗർഭിണികൾ 17ാമത്തെ ആഴ്ച മുതൽ 28 ആഴ്ച വരെ സാധാരണ രീതിയിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. 30ാമത്തെ ആഴ്ച മുതൽ വിമാനയാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗർഭകാലത്തെ ആശങ്കയും ആകുലതയും അകറ്റുന്നതിന് ഉമ്മമാരുടെ പരിചരണവും ഉപദേശവും ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്ന അറിവിന്റെ ഇരട്ടി ഫലം ചെയ്യുന്നതിനാൽ അത് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതാകുന്നു. രോഗം ഒന്നും ഇല്ലാത്ത ഗർഭിണികൾ കഠിനമല്ലാത്ത വീട്ടുജോലികൾ ചെയ്യണം. ചില ഗർഭിണികൾ ജോലി ചെയ്യുന്നതോ നടക്കുന്നതോ യാത്ര ചെയ്യുന്നതോ ഇഷ്ടപ്പെടുന്നില്ല. ബെഡ് റെസ്റ്റ് ആണ് ഇക്കൂട്ടർക്ക് ഇഷ്ടം. പക്ഷെ തന്നോട് തന്നെ താൻ ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ആരോഗ്യവതികളായ ഗർഭിണികൾ അല്ലാഹു കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹത്തെ എന്തിന് ഭയക്കണം? ആശങ്കയും ഭയവും പകലുറക്കവും പാടെ ഉപേക്ഷിക്കുക. വിറക് വെട്ടുക, നെല്ല് കുത്തുക, ഭാരം വഹിക്കുക എന്നീ ജോലികൾ പാടെ ഉപേക്ഷിക്കുക. ആദ്യത്തെ 3 മാസവും അവസാനത്തെ 6 ആഴ്ചയും ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിഫലം എത്രയാണെന്ന് കണക്കാക്കുവാൻ സാധ്യമല്ല. അവൾ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ ഓരോ പാൽ കൊടുക്കലിനും ഓരോ ശരീരത്തെ ജീവിപ്പിച്ചതിന്റെ പ്രതിഫലമാണെന്നതിന് കുഞ്ഞിന്റെ പാൽ കുടി മാറ്റിയാൽ നിന്റെ അമലുകൾ പൂർത്തിയായിരിക്കുന്നു എന്ന് ഒരു മലക്ക് അവരുടെ ചുമലിൽ തട്ടി വിളിച്ചു പറയുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് അല്ലാഹു നിശ്ചയിച്ച അവർണ്ണനീയ പ്രതിഫലം ആകാശഭൂമിയിൽ ഉള്ളവരാരും അറിയുകയില്ല എന്നും അവളുടെ കുട്ടിയുടെ ഓരോ പാൽ കുടിക്കലും ഓരോ ഗുണം എഴുതപ്പെടും എന്നും പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കാരണം ഒരു രാത്രിയിൽ ഉറക്കമൊഴിച്ചാൽ 70 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് ലഭിക്കുക. പ്രസവ സമയത്ത് എന്ത് ചെയ്യണമെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ഫത്വൽ മൊയ്നിൽ പറയുന്നു, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ അടുത്ത് ആയത്തുൽ കുർസിയും മുആവിദതൈനിയും സൂറത്തുൽ അറാഫിലെ 54-ാം ആയത്തും യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വായിൽ അകപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റുകളും വർദ്ധിപ്പിക്കുന്നത് സുഖപ്രസവത്തിന് നല്ലതാണ്. ഫത്വൽ മൊയ്നിൽ പറയുന്നു, ഗർഭിണികൾ പതിവാക്കേണ്ട സൂറത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഗർഭം അടുത്തപ്പോൾ നിർദ്ദേശിച്ചത് ആയത്തുൽ കുർസി ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് എന്നിവ ഓതുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ആയത്തുകളും സൂറത്തുകളും എല്ലാം നമ്മൾ പതിവാക്കുക. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.